ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായ എല്ലാം കുടിച്ചിങ്ങനെ ഇരിക്കണം. നല്ല ദോശയും മീൻകറിയും. ഞാൻ ആക്കിയതല്ല, നമ്മുടെ അയലോകത്ത് കതിഞ്ഞാക്കി തന്നു. രാവിലെ ഒരു 6-7 മണിയാകുമ്പോൾ വാതിലൊരു മുട്ട തേക്കാം പോയി തുറന്ന് നോക്കും. നല്ല നമ്മൾ നെയ് റോസ്റ്റ് പോലത്തെ ദോശയും നല്ല കിടിലും. ഉമ്മ ഒപ്പമൊന്നും ഇല്ലാത്തല്ലേ, ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. അയൽവക്കത്തൊക്കെ ഭയങ്കര സഹകരണമാണ്. ഇവിടെ ശരിക്കും വേറെ വേറെ വീടുകളിൽ ജീവിക്കുന്നുള്ളൂ എല്ലാവരും. പക്ഷെ എല്ലാവരും ഒരു വീട്ടിലുള്ള ഫാമിലി പോലെ തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് നമ്മൾ പല സ്ഥലത്തേക്കും പോകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക പ്രത്യേകതയൊക്കെ മനസ്സിലാവുക. ചില നമ്മളിപ്പോൾ എറണാകുളത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റി ടൗണിലേക്കെല്ലാം പോവുകയാണെങ്കിൽ അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഉമ്മ പോയോ വന്നോ അതിൻ്റെ ഇപ്പോൾ നമ്മൾ റോട്ടിലൂടെ പോകുന്ന എല്ലാവരും ചോദിക്കും ഉമ്മ വന്നു, ഉപ്പ വന്നു, ഉമ്മ വന്നു, ഉപ്പ വന്നു, ഇച്ച വന്നു. ശരി, അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. ചില സ്ഥലത്ത് നമുക്കങ്ങനെ സ്നേഹവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതൊന്നുമല്ല. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഇടുക്കിയിലേക്ക് പോവാണ്. നമ്മൾ ഉമ്മയും ഉപ്പയൊക്കെ വരാൻ വേണ്ടി പോകണം. അപ്പം ഇച്ച ഉണ്ട്, പക്ഷെ അവിടുത്തെ ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് വരണ്ടേ. അപ്പോൾ ഒരു കൈ സഹായത്തിനായി ഞാനും പോവാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ പോകും. വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കതുവരെയുള്ള ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ കിട്ടും. നമ്മൾ വീടിൻ്റെ അടുത്ത് ഒരു ഓട്ടോറിക്ഷയുടെ ടയർ പഞ്ചറായിപ്പോയി. രാവിലെ ഹുസൈനെ കാണാൻ വേണ്ടി വന്നതാണ് അവർ. അപ്പോൾ തന്നെ അവിടെ കിടന്നൊരു കമ്പി കയറിയിട്ട് എൻ്റെ ടയർ പഞ്ചറായിപ്പോയി. ഞാൻ എന്തായാലും നമ്മളൊരു ഓട്ടോറിക്ഷൻ്റെ സ്റ്റെപ്പിൻ്റെ ടയർ ഉണ്ടായിരുന്നു, അത് എടുത്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ടയറൊക്കെ മാറ്റിയിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി. സമയം ഏകദേശം ഒരു 5 മണി 5:30 വരെ അടുത്തായി കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പണിയൊക്കെ ഏകദേശം തീർത്ത് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മൾ ഷർട്ട് തേക്കാം. ഭയങ്കര ചുളിവ്. ഞാൻ തേക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ തേക്കാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ തേച്ചിട്ടു. ഷർട്ടൊക്കെ തേക്കാൻ ഭയങ്കര മടിയാണോ. രാവിലെ തൊട്ടേ പോകാനുള്ള തിരക്കും പിന്നെ അടുക്കി പറക്കി വെക്കലൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ഫുഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോയി പോകുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് പോകണം. കുറച്ചിറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഓടിയാണ് കേട്ടോ. ഓടി വന്ന് ആകെ അണച്ച് പണ്ടാറടങ്ങി. രാത്രി ഒരു 9:15 ആകുമ്പോഴത്തേനും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. ഞാൻ കയറി ചെറുതായിട്ട് ചായയും പിന്നെ ഒരു ദോശയും കഴിച്ചു. ഇതാണ് കേട്ടോ നമ്മൾ വന്ന വണ്ടി. ബാക്കിൽ കാണുന്നത് നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. നല്ല റൈഡുമാണ് കേട്ടോ. ഇനിയാണ് എൻ്റെ കഥയിലൊരു കറുത്ത അധ്യായം ആരംഭിക്കുന്നത്. 5:30 എത്തും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നോട് വണ്ടിക്കാർ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ എന്നോട് ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു വണ്ടി ഞാനവിടെ വെക്കാം, കാറ് വെക്കാം, നീ അത് എടുത്തുകൊണ്ട് പോരെയെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, 5:30 വന്നു കഴിഞ്ഞാൽ ആകെ 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് 6:30 വണ്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് വണ്ടി വെക്കണ്ട, ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ബസ്സിന് വന്നോളാം എന്ന് പറഞ്ഞു. വെറും ഷോ. വണ്ടി 4 മണിക്കെത്തി. അയ്യോ, ആകെ ലോക്കായി പോയി. 2-2.5 മണിക്കൂർ വെറും പോസ്റ്റ് തൊടുപുഴ ടൗണിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചായ കറക്കൽ ഞാൻ കണ്ടത്. ഭയങ്കര രസമായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ. ആ സമയം എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് സുഹൃത്തുക്കളെയും കണ്ടോ. ഒരു വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിനായി അവിടെ വന്നതാണ്. അങ്ങനെ അതിരാവിലെ ഇരുന്ന് ബോറടിച്ച് ഞാൻ എന്ത് ചെയ്തു, എണീച്ച് നടക്കാൻ തുടങ്ങി. ഇവിടുന്ന് അടുത്ത ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ ബസ് കിട്ടാൻ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മങ്ങാട്ട് കോല എന്ന് പറഞ്ഞിട്ട് ടൗണിലേക്ക് ബസ്സോ വണ്ടിയോ എന്തെങ്കിലും കിട്ടുമോ ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നടത്തു ആരംഭിച്ചു. എൻ്റെ ഭാഗത്ത് എനിക്കൊരു വണ്ടി കിട്ടി. ഒരു വലിയ ടോറസ് ലോറി. അങ്ങനെ ഞാനും ഡ്രൈവർ ചേട്ടൻ വർത്താനം പറഞ്ഞെടുത്ത ടൗണിൽ പോയിട്ടോ. വളരെ നല്ലൊരു മനുഷ്യൻ. കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു ചെറിയ യാത്രക്കുള്ളിൽ. അങ്ങനെ എന്നെ ടൗണിലിറക്കി. ഗൈസ്, ഇതാണ് കേട്ടോ എനിക്ക് ലിഫ്റ്റ് കിട്ടിയ വണ്ടി. മങ്ങാട്ടൂർ ടൗണിൽ ഒരുപാട് വണ്ടികൾ ഒന്നിച്ച് വെച്ച് അവിടെ നിന്ന് എല്ലാ വണ്ടിയും ഒരു ടൈമിൽ ഒന്നിച്ച് പോകാറാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ അവർ യാത്ര കേട്ടോ. പിന്നെയും ഞാൻ വണ്ടിക്കായി കാത്തിരിക്കാൻ തുടങ്ങി. പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നല്ല കട്ട പോസ്റ്റ്.
എൻ്റെ അടുക്ക് ഓട്ടോച്ചേട്ടന്മാരൊക്കെ വന്ന് എവിടെയാണ് പോകേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പോകേണ്ട സ്ഥലം പറയും, അവർ എമൗണ്ട് പറയും. ഞാനത് കേൾക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറയും. കുറേ സമയത്ത് തുടർന്നപ്പോൾ അവർക്ക് തന്നെ മതിയെ ഇരിക്കും. അങ്ങനെ ഒരുപാട് സമയത്ത് കാത്തിരിപ്പിനോടിയിൽ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെയുള്ള വണ്ടി കിട്ടി ഗൈസ്. വണ്ടി എന്ന് പറയുന്നത് നല്ല തിരക്കായിരുന്നു കേട്ടോ. 2 സൈഡും ആളുകളും നടുക്ക് ഞാനും. അങ്ങനെ കുറേ സമയത്ത് യാത്രക്കൊടുവിൽ ഞാൻ എൻ്റെ നാട്ടിലെത്തിയിരിക്കുന്നു. എൻ്റെ അല്ല, ആഷ്നാൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ നാട്ടിലെത്തിയിരിക്കുന്നു. വളരെ മനോഹരമായൊരു നാട്, തണുത്ത കാലാവസ്ഥ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലോട്ട് നടക്കണം. വീട്ടിലോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് നടന്നും പോകും, ഓട്ടോറിക്ഷയ്ക്കും പോകും. ഞാൻ നടന്ന് പോകുന്നത് ചൂസ് ചെയ്തു. രാവിലെ നടത്തും, ഒരു മോർണിംഗ് വാക്കൊക്കെ ശരീരത്തിന് നല്ലതല്ലേ. ശരീരത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ കുറേ നാളായി കാണാത്ത നാടുകളും കാണാമല്ലോ. പച്ചപ്പും ഹരിതാപവും പിന്നെ എല്ലാം കാണാം. വാഴക്കൃഷിയും ഇവിടുത്തെ വാഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. നമ്മളെക്കാളും കമ്പയറിങ് ടു നമ്മളെക്കാളും ഭയങ്കര ഹൈറ്റാണ്. അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ വീടിൻ്റെ പടിവാതിൽ എന്നെയും കാത്ത് ആരുമില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. കഥ എന്ന് പറഞ്ഞാൽ ഒരു 1.5 പറയാ. എന്താണ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചു ഭാഗ്യത്തിന്. ഇല്ല ഞാൻ ചുമ്മാ ഇല്ലാന്ന് ചുമ്മാ പറഞ്ഞ. ഞാൻ 4 മണി ഞാൻ ഇത്ര നേരത്തെ എത്തുന്നു വിചാരിച്ചു. ഞാനൊരു 5:30 ആകുമ്പോ എത്തുന്നു വിചാരിച്ചു. വഴി മൊത്തം ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട്